Hi students, we are discussing fourth unit, that is character and personality. Next topic, the trait cluster or dominant component of the concept of personality. റീസെൻ്റ് ആയിട്ട് നമ്മൾ പേഴ്സണാലിറ്റീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർമെൻറ്റ് നടത്തുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പേഴ്സണാലിറ്റീനെ. ഇൻ ദിസ് പ്രോസസ് മെഷർമെൻറ്റ് ഓൺ ലാർജ് നമ്പർ ഓഫ് ബിഹേവിയേഴ്സ് ട്രേറ്റ്സ് ആർ ടേക്കൺ. ഒരുപാട് സ്വഭാവങ്ങളുള്ള ആൾക്കാരുടെ മീൻസ് സ്വഭാവ സവിശേഷതകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടർ ട്രേറ്റ്സ്, നമ്മൾ നെഗറ്റീവും പോസിറ്റീവായിട്ട് ഒരുപാട് ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും ഓഫ് എ ലാർജ് ഇൻഡിവിജ്വൽസ് അല്ലേ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകൾ കണക്കിലെടുത്ത് അത് തമ്മിലൊരു ഇൻ്റർ റിലേഷൻ, ഒരു കോറിലേഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, മനസ്സിലാക്കും, കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ടാണ് ഫ്രം ദിസ് കോറിലേഷൻ ക്ലസ്റ്റർ ഓഫ് ട്രേറ്റ്സ് ആൻഡ് സെറ്റ് ഓഫ് സിംറ്റംസ് ആർ ഐഡൻറ്റിഫൈഡ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ്, ഈ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകത ഇങ്ങനെയാണ്. അതിന് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റീനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതുപോലെ ഒരുപാട് പേരുടെ സ്വഭാവങ്ങൾ നമ്മൾ കണക്കിലെടുത്ത് അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ പെരുമാറ്റം നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ക്ലസ്റ്റർ രൂപീകരിക്കുന്നത്. ഐസനിക് ക്ലാസിഫൈസ് ഓഫ് പേഴ്സണാലിറ്റീനെ ഐസനിക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എക്സ്ട്രോവേർട്ടിസം, ഇൻട്രോവേർട്ടിസം, ന്യൂറോട്ടിക്കം, ദെൻ സൈക്കോട്ടിസിസം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രോവേർട്ടിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന, ഹൈലി സോഷ്യബിൾ, എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന, ഹാപ്പി ഗോ ലക്കി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. മേക്ക് ഫ്രണ്ട്സ് ഈസിലി, ടോക്കറ്റീവ്, നല്ലോണം സംസാരിക്കുന്ന, എല്ലാവരോടും കൂടി നല്ല സോഷ്യലി ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രീംലി ലോ ഇൻ അബൌട്ട് ട്രേറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും അതിലൊക്കെ വളരെയധികം ബാക്കിലുള്ള ആൾക്കാരാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അവർ തീരെ സോഷ്യബിൾ ആവില്ല അല്ലേ. നമ്മൾ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞാൽ ഉൾവെരിഞ്ഞ സ്വഭാവമായിരിക്കും. ഇനി ന്യൂറോസിസം, അതിൽ പറയുന്നത് ദ പേഴ്സൺ വിൽ ബി ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും, ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് സന്തോഷം വരും, അങ്ങനെ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരായിരിക്കും. പിന്നെ സൈക്കോട്ടിസിസം എന്ന് പറയുമ്പോൾ ടഫ് ഹാൻഡഡ് പേഴ്സൺ ആണ് അവരുണ്ടാവുക. അതേപോലെ അവരുടെ ടെൻഡർ മൈൻഡ് അല്ല, ലോ ടെൻഡർ മൈൻഡാണ്. അവർ നല്ല ടഫായിട്ടുള്ള ആൾക്കാരാണ്, സ്വഭാവം ഭയങ്കര റഫായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്നാണ് അർത്ഥം അല്ലേ. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൽനെസ് ആണ്, അതായത് മെൻ്റൽ ഇൽനെസ് ആണ്. ദാറ്റ് ഷെയർ സെവറൽ യുണീക്ക് ക്വാളിറ്റീസ്, അതിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ടായിരിക്കും. ദേ കണ്ടെയ്ൻ സിംറ്റംസ് ദാറ്റ് ആർ എൻജോറിങ് ആൻഡ് പ്ലേ എ മേജർ റോൾ ഇൻ മോസ്റ്റ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് പേഴ്സൺസ് ലൈഫ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഇൽനെസ് ആണ്. അത് പലരുടെയും ജീവിതത്തിൽ ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന, അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു ഇൽനെസ് ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ഈ പ്രസൻസ് നമ്മൾ ഒരുപാട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് നമ്മളതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്രൈറ്റീരിയാസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ഡയഗ്നൈസ് ചെയ്യാൻ, കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള സിംറ്റംസ് ഒരുപാട് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടായിരിക്കും. അത് ഫ്ലെക്സിബിൾ ആവില്ല, ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും, അതിങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടായിരിക്കും. അതേപോലെ ഈ സ്വഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ആൽക്കഹോൾ കൊണ്ടോ ഡ്രഗ്സ് കൊണ്ടോ വേറെ ഒരു സൈക്യാട്രിക് ഡിസോർഡർ കൊണ്ടോ അല്ലാതെ ഒരു പ്രശ്നം അയാൾക്കുണ്ട്, അത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക.
The history of symptoms can be traced back to adolescence or at least early childhood. ഈ ഒരു സിംറ്റം അയാൾക്ക് വരാൻ തുടങ്ങിയിട്ട് ചെറുപ്പത്തിലേ ഉണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ അഡോളസൻസ് പീരീഡ് തൊട്ടിട്ട് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് അയാൾക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്കതിന് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ, മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ അത് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം. അത് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകത എന്താണ്? അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റില്ല, ചെറുപ്പം തൊട്ടിട്ടേ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, ഇൻഫ്ലെക്സിബിൾ ആണ്. അതേപോലെ ഡ്രഗ്സ് അങ്ങനെയുള്ളതുകൊണ്ടൊന്നും വന്നിട്ടുള്ള ഒരു പ്രശ്നമല്ല. പിന്നെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണ്ടെത്താൻ ദ സിംറ്റംസ് ഹാവ് കോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ടു കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ നെഗറ്റീവ് കോൺസിക്വൻസസ് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് പേഴ്സൺസ് ലൈഫ്. ഈ ഒരു സിംറ്റം കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താണ് ഡിസ്ട്രെസ്, ഒരുപാട് പ്രശ്നങ്ങൾ, നെഗറ്റീവ് കോൺസിക്വൻസസ് സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ലൈഫ്, ലൈഫിൻ്റെ പല ഘട്ടത്തിലും ഒരുപാട് നെഗറ്റീവ് ആസ്പെക്റ്റ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു സിംറ്റമാണ്. ദെൻ സിംറ്റംസ് ആർ സീൻ അറ്റ് ലീസ്റ്റ് 2 ഓഫ് ദ ഫോളോയിങ് ഏരിയാസ്. തോട്ട്സ്, ചിന്താഗതിയിലാണ് പിന്നെ വരുന്നത്. നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത് ചിന്താഗതിയിലാണ്, ഒരാളുടെ ചിന്തയിൽ വരാൻ സാധ്യതയുണ്ട്. The way of looking at the world, thinking about set of self or others are interacting. നമ്മുടെ ചിന്തയിൽ നമ്മൾ മറ്റുള്ള ഈ ലോകം, നമ്മുടെ ചുറ്റുപാട് എങ്ങനെ നോക്കിക്കാണുന്നു, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച്. പിന്നെ ഇമോഷൻസ്, അപ്രോപ്രിയേറ്റ്നെസ്, ഇൻറ്റൻസിറ്റി ആൻഡ് റേഞ്ച് ഓഫ് ഇമോഷണൽ ഫങ്ഷനിങ്. നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ്, എത്രത്തോളം സ്യൂട്ടബിൾ ആണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി അതെങ്ങനെയാണ്. പിന്നെ ഇൻ്റർപേഴ്സണൽ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ട് നമ്മളെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിൽ എങ്ങനെ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാം പേഴ്സണാലിറ്റി ഡിസോർഡർ. സോറി. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിന് നമുക്ക് സൈക്കോപാത്തിക് അല്ലെങ്കിൽ സോഷ്യോപാത്തിക് ഡിസോർഡർ എന്നാണ് പണ്ട് ഇതിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരുപാട് സിംറ്റംസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് വരുന്ന, ചൈൽഡ്ഹുഡിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ അഡോളസൻസിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് ഈ സിംറ്റംസ്. ചിലപ്പോൾ നമുക്ക് എവിടെ കാണാൻ പറ്റില്ല, ചെറുപ്പത്തിൽ അറിയാൻ പറ്റില്ല, അഡൾട്ട്ഹുഡിൽ അറിയപ്പെടുന്നതാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഡിസോർഡറിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ബിഹേവിയേഴ്സിന് വരുന്നതാണ്. ഡിഫിക്കൽട്ടി വിത്ത് അതോറിറ്റി, നമുക്ക് അധികാരം ഇഷ്ടമല്ലാതിരിക്കുക. ലീഗൽ ഓൾട്ടറേഷൻസ്, നിയമങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്. പിന്നെ ചില ആൾക്കാർക്ക് മൃഗങ്ങളോട് ക്രൂവൽറ്റി ഉണ്ടായിരിക്കും. ഡിസ്ലൈക്ക് ഓർ ആങ്കർ ടുവേർഡ്സ് അതോറിറ്റി, എപ്പോഴും നമുക്ക് അധികാരികളോടും അതേപോലെ ഗവൺമെൻറ് അങ്ങനത്തെ അവരോടൊക്കെ നമുക്കൊരു ദേഷ്യം, അങ്ങനെയൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും എന്താണ്, നമ്മുടെ സൊസൈറ്റിയിലെ റൂൾസ് ഫോളോ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരുടെ എംപതി ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പിന്നെന്താണ്, ഇറസ്പോൺസിബിൾ ബിഹേവിയർ ആയിരിക്കും. ഓഫൺ അക്കമ്പനീഡ് ഡിസോർഡർ ലാക്ക് ഓഫ് റിമോഴ്സ് ഓഫ് റോങ് ഡൂയിങ്സ്. അതേപോലെ ഇവർ ഇറസ്പോൺസീവ് ബിഹേവിയർ ആയിരിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്.
ഇതെപ്പോഴും എന്താണ് സൊസൈറ്റീനെ, നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സൊസൈറ്റീനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിൽ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ്, അതായത് ലോങ് ടേം ഇൻസൈറ്റ് തെറാപ്പിയാണ് ഇതിന് വേണ്ടത്. അതേപോലെ തന്നെ നമുക്കൊരു ഇൻഡിവിജ്വൽ കമ്മിറ്റ്മെൻറ്റ് വേണം. അതൊക്കെ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ഫൈനലി ഇറസ്പോൺസിബിൾ ബിഹേവിയർ പറഞ്ഞു. പിന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അവർക്ക് ലോകത്ത് മൊത്തം പ്രശ്നമാണ്, അവർക്ക് മാത്രം പ്രശ്നമില്ല. അവരൊക്കെ ഓക്കെയാണ്, അവരുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാം പ്രശ്നമാണ്. അതാണ് അവർ ചിന്താഗതി. അതേപോലെ തന്നെ അവരെ ഒരിക്കലും ഒരു ചികിത്സയ്ക്ക് അവരുടെ സമ്മതത്തോടു കൂടി കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചാലും കുറേ സമയമെടുത്തിട്ട് നമുക്ക്, അതായത് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പ്രശ്നമാണ്, അതോറിറ്റിയുടെ പ്രശ്നമാണ്. നമ്മളെന്ത് തെറ്റ് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അങ്ങനെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. നെക്സ്റ്റ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇത് ഏകദേശം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഡിസോർഡറാണെന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവരുടെ സിംറ്റം. പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണം കാണുന്നത് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ദർ ഈസ് ഇൻറ്റൻസ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. അവർക്ക് എപ്പോഴും പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അവരെ ഉപേക്ഷിച്ച് പോവുമോ എന്നൊരു പേടി. അതാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുക. ജീവിതത്തിൽ അവരെ തന്നെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമോ, അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ വേഗം കൂടുതലായിട്ട് മറ്റുള്ളവർ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അത് കാരണം അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു, ട്രൈങ് ടു അവോയ്ഡ് ഗെറ്റിംഗ് റിജക്റ്റഡ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, പുഷ് അതേഴ്സ്, മറ്റുള്ളവരെ ഒഴിവാക്കും, നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അവരെന്നെ റിജക്റ്റ് ചെയ്യണതിന് മുന്നേ ഞാൻ അവരെ റിജക്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു ചിന്താഗതി. അപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അതിന് കാരണം അവർക്ക് അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം അവരാദ്യം റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്, മറ്റുള്ളവരെ അവരെ നകത്തുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരിങ്ങനെ മറ്റുള്ളവരായിട്ട് അവർ ഹെൽപ്ലെസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എപ്പോഴും ആരെങ്കിലും വേണം, അവർ ക്ലിങ്ങി, അവർ മറ്റുള്ളവരുടെ കയ്യിൽ തൂങ്ങി നടക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരെ ഉപേക്ഷിക്കും, വീണ്ടും അങ്ങനെ അവരുടെ കൂടെ തന്നെ പോവും. അങ്ങനെ അതൊരു റൊട്ടേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അവരുടെ. The fact that people often do leave someone who exhibits this behavior only proves to support their disordered belief that they are insignificant, worthless and unloved. അതായത് അവരുടെ ഫീലിങ്സ് എന്താ വെച്ചാൽ അവർ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ വർത്ത്ലെസ് ആണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ ഒരു ബിഹേവിയറുള്ള ആൾക്കാരാണ്, അങ്ങനത്തെ സ്വഭാവമാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ മറ്റുള്ളവരെ ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്തുള്ള ആൾക്കാരുടെ കാരണം അവർക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാത്തത് കാരണമാണ്. ഇനി ചില സമയത്ത് അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്താൻ സാധ്യത ഉണ്ട്. മോക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ അവരുടെ ലൈഫ് തന്നെ അവർ ഇത് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അതർ സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ, അവർ സ്വയം അങ്ങനെ അപായപ്പെടുത്തുന്ന പല കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതേപോലെ ചിലപ്പോൾ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സ്, അക്രമികളാവാനും സാധ്യത ഉണ്ട്. ഇതൊരു ലോങ് ടേം ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഇൻകൺസിസ്റ്റൻറ്റ് മൂഡാണ് ഇവർക്ക് ഉണ്ടാവുക, പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഒക്കെ വരും. അത് ലോങ് ടേം നാച്ചുറാണ്, സെയിം തന്നെ പറയുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ പല ആസ്പെക്റ്റിലും അവർക്ക് ഒരുപാട് ഇത് പ്രശ്നം വരാൻ സാധ്യത ഉണ്ട്. അതേപോലെ ലോങ് ടേം തെറാപ്പി അത്യാവശ്യമാണ്. അതേപോലെ തന്നെ
ഇവരുടെ ആക്ഷൻസും തോട്ട്സും ഇതെല്ലാം മോണിറ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ അവരും കൂടി അതിന് തയ്യാറായാൽ മാത്രമേ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പൈൻഡ് അപ്രോച്ച് അത്യാവശ്യമാണ്. ഇത് ക്രോണിക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഡിസോർഡർ അവരുടെ ജീവിതത്തിന് ഒരുപാട് അത് ബാധിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും സാധ്യത ഉണ്ട്. While it is difficult for anyone to change major aspect of their personality, the symptoms of this disorder can be reduced in both number and intensity. Long-term treatment is almost always required. നമുക്കിതിൻ്റെ ഒരിക്കലും നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ചിലപ്പോൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ്, ഇൻസെക്യൂർ ഫീലിംഗ്. പക്ഷെ നമുക്കതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നെക്സ്റ്റ് വൺ, നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യം നീഡ് ഫോർ അഡ്മിറേഷൻ ആൻഡ് സെൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. മറ്റുള്ളവർ അവരെ എപ്പോഴും ആരാധിക്കണം, അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് വേണം, അവർക്ക് സ്വയം എൻടൈറ്റിൽമെൻറ്റ്, അവർക്ക് സ്വയം സന്തോഷം ലഭിക്കണം. അവരെപ്പോഴും അവരുടെ എന്താ പറയുക അച്ചീവ്മെൻറ്റ്സിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ഫാൻറ്റസീസ് ഉണ്ടായിരിക്കും അവരുടെ മനസ്സിൽ. അവർ സക്സസ്, പവർ, ലവ്, ഫീൽ സുപ്പീരിയർ ഇൻ സം ആസ്പെക്റ്റ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ എപ്പോഴും സുപ്പീരിയർ ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അതേപോലെ തന്നെ they can be understood by others who are like them superior in some aspect of life. അവർ എല്ലാവരും അവരെ സുപ്പീരിയർ ആയിട്ട് കാണണം എന്ന് ചിന്തിക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാർ തന്നെയാണ് കുറച്ചൊക്കെ. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. ദേ ആർ ഓഫൺ എൻവിയസ് ആൻഡ് ഈവൻ ആംഗ്രി. അവർക്ക് മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാവും, അവർക്ക് ദേഷ്യം ഉണ്ടാവും. അവരെയൊക്കെ കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ആൾക്കാരോട് അവർക്ക് ദേഷ്യം ഉണ്ടായിരിക്കും, അറ്റൻഷൻ കിട്ടുന്ന ആൾക്കാരോട്. അതേപോലെ തന്നെ അവരുടെ സ്പോട്ട് ലൈറ്റ് സ്റ്റീൽ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ വേറെ ആൾക്കാർക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. സ്പോട്ട് ലൈറ്റിൽ എപ്പോഴും അവർ തന്നെ വേണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ് ഡിസോർഡർ ഈസ് വെരി റെയർലി സോട്ട്. എല്ലാവരും അങ്ങനെ വരുന്ന ആൾക്കാരല്ല. നമുക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിലേപോലെ ഒരു തെറാപ്പി കുറച്ച് ടൈം എടുക്കുന്നതും അതേപോലെ തന്നെ ആൾക്കാർ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വന്നാലും കുറച്ച് ടൈം എടുത്ത് മാറ്റേണ്ട ക്യാരക്ടറാണിത്, സ്വഭാവമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ പറയുന്നത്. ഇനി അതിൽ അടുത്തത് നെക്സ്റ്റ് ക്യാരക്ടറിനെ കുറിച്ചാണ്. നമുക്ക് നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് വെക്ടേഴ്സ് അല്ല, അതാണ് നെക്സ്റ്റ് വരുന്നത്. ക്യാരക്ടറിനെ കുറിച്ച്, പേഴ്സണാലിറ്റി അല്ല, ഇനി ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഇതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.